ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഒരുപാട് കാലത്തിന് ശേഷം ഞാനൊരു പാർട്ടി വ്ളോഗുമായിട്ടാണ് വന്നത്. ഒരുപാട് റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന തനി നാടൻ രീതിയിലുള്ള ഒരുപാട് റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരും ട്ടോ. ഇതിലേതെങ്കിലും ഒരു റെസിപ്പി ഉണ്ടെങ്കിലും എന്തായാലും ആവശ്യം വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ബീഫ് കുറുമയാണ് കേട്ടോ. നല്ല റിച്ച് കുറുമയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റ് ആവണം. ഇതിലേക്ക് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ഞാനൊരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. പച്ചമുളക് കുറച്ചധികം ചേർക്കണം. കാരണം ഇത് മുളക് പൊടി ചേർക്കുന്ന കറിയല്ല. അപ്പോൾ ആവശ്യത്തിന് പച്ചമുളകും ചേർത്ത് ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാത്തിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ് താഴെ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ടേബിൾ സ്പൂൺ അളവൊക്കെ എത്ര ഉണ്ടാവും എന്നുള്ളത്. ഇനിയിപ്പോൾ ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിൻ്റെ ശേഷം ഞാനിതാ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. അതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി വാടുകയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. തക്കാളി അങ്ങ് വാടി കുഴയേണ്ടില്ല. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത ഉടനെ തന്നെ ഞാൻ പൊടികളാണ് ചേർക്കുന്നത്. ഒരു 5-6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. മെഷറിംഗ് അളവാണ് പറയുന്നത്. അപ്പോൾ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഇനിയിപ്പോൾ വേണ്ടത് ഗരം മസാല ആണ്. ഒരു 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പെരുംജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അതൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. അതൊരു 2 ടീസ്പൂൺ. ക്യുമിൻ സീഡ് പൗഡറാണ് ഇത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി 2 ടീസ്പൂണാണ് ഇപ്പം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ. ഇത് 3.5 കിലോ ബീഫുണ്ട്. അതിൽ 1 കിലോ എല്ലോട് കൂടിയുള്ള ബീഫും ബാക്കി തനിയിറച്ചി എന്ന് പറയില്ല, എല്ലില്ലാത്ത ഇറച്ചിയുമാണ് ഞാൻ എടുത്തത് കേട്ടോ. എല്ല് കുറച്ച് വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ 1 കിലോ എല്ലുള്ള ബീഫ് വാങ്ങിച്ചത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഗ്രേവിയും ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വെള്ളം എല്ലായിടത്തും എത്തണം കേട്ടോ. ഈ ഒരു ബീഫും കറിയൊക്കെ നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ മിക്സായിട്ട് വരണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. തിള വന്നു കഴിഞ്ഞാൽ മൂടി വേവിക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ഓരോരുത്തരുടെ കുക്കറും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഞാനിത് ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. വിസിലിൻ്റെ എണ്ണമല്ല പറയുന്നത്, 15 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ദാ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ വേവ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് എനിക്ക് പറയാൻ വേണ്ടി പറ്റാത്തത്. ഇതിപ്പോൾ ഞാൻ വലിയൊരു ചെമ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയൊക്കെ ഒഴിക്കാനുള്ളതല്ലേ. ഇനിയിപ്പോൾ ദാ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് 1/2 കപ്പ് എടുത്തിട്ട് അതും അരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടിയാണ് ഇട്ടത്. ഇതിൽ കട്ടി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു അണ്ടിപ്പരിപ്പും ഞാൻ ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് 1/2 കപ്പാണ് എടുത്ത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഗ്രേവി എത്ര വേണം അതിനനുസരിച്ച് തേങ്ങാപ്പാൽ പിന്നെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി വേണം കേട്ടോ. ഒരു ടിന്നുണ്ടാവും ഇത്. 1/2 കപ്പ് ഉണ്ടാവും പറയുകയാണെങ്കിൽ. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരണം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് വെട്ടി തിളയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് മുറിച്ച് വെച്ചിട്ടുള്ള 2, 3 പച്ചമുളകും പിന്നെ കുറച്ചധികം മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ബീഫ് കുറുമ ഇവിടെ റെഡി ആയിന് കേട്ടോ. ഇത് ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് കോഴി മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് കട്ടിയിലുള്ള കോഴി മുളകിട്ടത്. അപ്പോൾ വലിയൊരു ചെമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് എല്ലാം വലിയ ചെമ്പ് പറയണത് കേട്ടോ. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഇത്. ഒരു 6 വലിയ സൈസുള്ള ഉള്ളിയുണ്ട്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതാ ഉള്ളി മൊത്തത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കുക കേട്ടോ. ഉള്ളി നന്നായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വാടി വരുന്ന വരെ വാട്ടിയെടുക്കണം. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിപ്പം വാടി കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഒരു 4-5 മതിയാവും. കാരണം ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള തക്കാളി തന്നെയാണ്. ഒരു 5 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിക്കുഴഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും അളവ് പറയുകയാണെങ്കിൽ.
ഇത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് എരിവ് കുറവുള്ള മുളകാണ് കേട്ടോ, കാശ്മീരി ആണെങ്കിൽ കൂടുതൽ. പിന്നെ അതാ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ ഗരം മസാല ആണ്, അതൊരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടിയ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇത്രയേ പൊടികളുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളൊന്ന് വാടി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഇതുവരെയൊക്കെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്താണ്. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം കോഴി നമ്മൾ ചിക്കൻ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി ഊറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു 3.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ അതാ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിലുള്ള നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവിയും ചിക്കനൊക്കെ നന്നായിട്ട് ആ ഒരു ചിക്കൻ്റെ കഷ്ണത്തിൻ്റെ മേലൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് വരുന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കംപ്ലീറ്റ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഇങ്ങനെ തന്നെ വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചധികം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മേലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 15 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം, വെള്ളം ഒഴിക്കാണ്ട്. ആ 15 മിനിറ്റിൽ 5 മിനിറ്റ് കൂടുന്തോറും നിങ്ങളൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് എല്ലും കപ്പയും എന്ന് പറയുന്നില്ല, അത് ചക്ക വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ചക്കയും പിന്നെ കപ്പയും ഉണ്ട് കേട്ടോ, രണ്ടും കൂടിയാണ്. അപ്പം ഈ ഒരു കപ്പ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രോസൺ ചെയ്തിട്ടുള്ള, ഞാൻ മുറിച്ച് വെച്ച് ഫ്രീസ് ചെയ്തിട്ടുള്ള കപ്പയാണിത്. അതും കുറച്ചധികം ചക്കയാണ് എടുത്തത്. കപ്പ കുറവും ചക്ക കൂടുതലുമാണ് ഞാൻ എടുത്തത് കേട്ടോ. അത് കംപ്ലീറ്റ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, വലിയ കുക്കറിലേക്ക്. ഇതിനങ്ങനെ ഒരു അളവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മാത്രം മെഷർമെൻറ്റ് പറയാത്തത് കേട്ടോ. താഴെ എഴുതി കാണിക്കുന്നുണ്ട് എന്തൊക്കെ ചേർക്കണം എന്നുള്ള, കറക്റ്റ് ഒരു അളവൊന്നുമില്ല, ഇതൊരു കൈക്കണക്കാണ്. അപ്പോൾ അത് കുറച്ചധികം ചക്കയും പൂളയും രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേ ലെവലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഓരോരുത്തർ കുക്കറിൻ്റെ അതുപോലെ, ഇതിപ്പോൾ ഞാൻ വിസിൽ വരുന്ന കുക്കറല്ല, അതുകൊണ്ട് തന്നെ എത്ര വിസിൽ എന്നുള്ള ഞാൻ പറയുന്നില്ല, വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ നമ്മളെ ചക്കയും ആ ഒരു പിന്നെ പൂളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് നല്ല പട്ടുപോലെ വേവണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലുള്ള വെള്ളമില്ലേ, നമ്മൾ ഇതിൽ പൂള ഉള്ളതുകൊണ്ട് ഈ വെള്ളം എടുക്കാൻ വേണ്ടി പറ്റില്ല, അത് നന്നായിട്ട് ഊറ്റിയെടുക്കണം, അത് കളഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ അരപ്പാണ് കാണിക്കുന്നത്. കുറച്ചധികം ചെറിയുള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ചധികം തേങ്ങയും വേണം. ഇതെല്ലാം കൂടെ അരക്കാനുള്ളതാണ് കേട്ടോ. ഈ ഒരു ചക്കയിലേക്കുള്ള അരപ്പാണിത്. അപ്പോൾ തേങ്ങ ഏതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം, പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം പെരുംജീരകവും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താണ്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചക്കല്ലേ, അത് ഞാൻ വെള്ളം ഊറ്റിയതിന് ശേഷം വലിയൊരു ചെമ്പിലേക്ക് മാറ്റിയതാണ്. എന്നിട്ട് ആ കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അത് തൊടുമ്പോൾ തന്നെ അങ്ങ് ഉടഞ്ഞ് വന്നോളൂ, അത്രയും നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച ആ ഒരു തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഈ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ഓരോരുത്തർക്കും പറയാനുണ്ടാവും, ഞാനിങ്ങനല്ല മറ്റേതാണ് ചേർക്കേണ്ടത്, ഇതാണ് ചേർക്കേണ്ടത് എന്നുള്ള, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ എല്ലും കപ്പ ഉണ്ടാക്കാനുള്ള ബീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബീഫിൻ്റെ ഷോപ്പിൽ നിന്ന് വേറെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്ന ബീഫാണിത്. ഇത് കൂടുതലും എല്ലാണ് ഉണ്ടാവുക, അതുപോലെ തന്നെ അതിൻ്റെ പാർട്സുമാണ് ഉണ്ടാവുക. ഇതിൽ ലിവറൊക്കെ ആണ് ഉണ്ടാവുക കേട്ടോ. ലിവർ പൊങ്ങത്തി എന്ന് പറയുന്ന സാധനങ്ങളില്ല, അതുണ്ടാവും. അതുപോലെ തന്നെ കൂടുതൽ എല്ലും ഉണ്ടാവും. ഇത് നമ്മൾ സാധാരണ ബീഫ് കറി വെക്കണ പോലെ വേവിച്ചെടുത്തതാണിത്. ഇത് 1 കിലോ ഉണ്ട് കേട്ടോ ഈ ഒരു ബീഫ് ഞാൻ വാങ്ങിച്ചത്. ഇത് എല്ലും കപ്പയ്ക്കും ഉള്ള ബീഫ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു കറി വെച്ചത് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇതുണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ബീഫ് വാങ്ങിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. സാധാ ബീഫ് ഇട്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് വരില്ല. എന്നിട്ട് ഇതാ എല്ലാം കൂടെ മിക്സാക്കി കൊടുക്കുക. നമ്മൾ ആ ഒരു വേവിച്ച് വെച്ചതും അതുപോലെ തന്നെ ബീഫ് കറിയും നമ്മൾ ഒഴിച്ച തേങ്ങൻ്റെ മിക്സും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനിയിപ്പോൾ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മളെ എല്ലും കപ്പയും ചക്കയും മൂന്നും റെഡി ആയിട്ട്, മൂന്നും കൂടി കൂട്ടി ഉണ്ടാക്കിയത് റെഡി ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ് ഇട്ടത്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് മാത്രം മതിയാവും തിന്നാൻ കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനെയാണ് ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഫിഷ് തവ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ ഫിഷ് വേണം, അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പാണ് കാണിക്കുന്നത്. ഒരു 2 വലിയ സൈസുള്ള ഉള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. സാധാ വലിയ ഉള്ളിയാണ് ഇത്. ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്, പക്ഷേ കൂടുതൽ വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെല്ലുള്ളി തന്നെ എടുത്തത്. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേറെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി വേണം. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 3 ടീസ്പൂൺ. അത് പൊടിക്കാത്തതും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി, ഒരു വലിയ സൈസുള്ള തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി വേണം കേട്ടോ അരക്കാൻ തന്നെ. പിന്നെ കുറച്ചധികം മല്ലിച്ചപ്പും വേണം. ഒരു 2 വലിയ കൈപ്പിടി നിറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്താണ്. പിന്നെ കസൂരി മേത്തി അതൊരു ടേബിൾ സ്പൂണാണ് എടുത്തത് കേട്ടോ. കസൂരി മേത്തി ഇട്ടാണ്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം ഉള്ളിയും തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ആവശ്യത്തിന് അരിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആ ഒരു അരച്ച മിക്സ് മൊത്തത്തിൽ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 ടീസ്പൂണോളം ഉപ്പ് വേണം. പിന്നെ വേണ്ടത് വിനെഗർ, നമ്മളെ സുർക്കയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടെ വേണം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിച്ചിട്ടേ ഇത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ വേഗം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് എടുക്കാം കേട്ടോ. ഇത് ഞാൻ ഫിഷിൻ്റെ സ്ഥലത്തു നിന്ന് തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തവക്കുള്ളതാന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ബട്ടർഫ്ലൈ ആക്കിയിട്ട് കട്ട് ചെയ്ത് തരും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് തവ ഫ്രൈക്ക് വേണ്ടത്. വലിയ ടൈപ്പിലുള്ള ഫിഷാണ്, ഇതേപോലെ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ കോഴിക്കോട് നെസ്റ്റോന്ന് വാങ്ങിയതാണ്. ഈ മീനിൻ്റെ പേര് റെഡ് പോംഫ്രെറ്റ് എന്നാണ് എഴുതി വെച്ചത് കേട്ടോ. നമ്മൾ കറുത്ത ആവോലിയും വെള്ള ആവോലിയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞാനും ഫസ്റ്റാണ് കാണുന്നത്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഒടുക്കത്തെ ടേസ്റ്റ് എന്നൊക്കെ പറയാം. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള മീൻ, തവക്ക് പറ്റിയതാണ്. അപ്പോൾ അതാ ആ ഒരു ഇതിൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ആദ്യം ഉൾഭാഗത്ത് നന്നായിട്ട് പറ്റിയതിന് ശേഷം പിന്നെ പുറം ഭാഗത്ത് തേച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇതെന്ന് വെച്ചാൽ എന്തായാലും 2-3 മണിക്കൂർ നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ. വലിയ മീനല്ല, അപ്പോൾ കുറച്ച് സമയം എടുക്കും. എന്നാലാണ് ആ ഒരു ടേസ്റ്റൊക്കെ മൊത്തത്തിൽ അങ്ങ് ഇറങ്ങി കിട്ടുക. ഇനി അതിൻ്റെ പുറം ഭാഗവും നന്നായിട്ട് ഇതേപോലെ തന്നെ മസാല തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു 2 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 2 മണിക്കൂറിന് ശേഷം ഞാനിത് എടുക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് 2 ഭാഗത്തും തേച്ച് കൊടുക്കുക. ഇതേപോലെ ആ 2 മീനും ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ രണ്ടും കൂടിയുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 3 കിലോ മീനാണ്. ബാക്കി ഗ്രേവി ഇതേപോലെ എടുത്ത് വെക്കണേ. ഇനിയിപ്പോൾ ഇതാ വലിയൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ ഒന്ന് പറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ വാട്ടി വെച്ചിട്ടുള്ള വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെയും കുറച്ച് ഓയിലൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങനല്ല, ഒന്നിങ്ങനെ ഉറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ആ ഒരു മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള മീനാണിത്. അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചക്കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ തന്നെ ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. കുറച്ച് കേട്ടോ, കുറച്ചേ ഒഴിക്കാവൂ. തവ ഫ്രൈ എന്ന് പറയുമ്പോൾ പൊരിച്ചെടുക്കുന്നതല്ല. ഇനിയിപ്പോൾ ഇതാ ഒന്ന് നല്ല അടച്ചുറപ്പുള്ള നല്ല കവർ ചെയ്തിട്ട് ആ മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഒരു 10 മിനിറ്റ് ടൈം എടുക്കും ഒരു ഭാഗം വേവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തിരിച്ചിട്ടിട്ടും 10 മിനിറ്റ്. ഇനിയിപ്പോൾ ഇതാ ഒരു കല്ലിൻ്റെ ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഒരു ബാക്കിയുള്ള ഗ്രേവി ഇല്ല, അത് മൊത്തത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു ഉള്ളി ഇതൊക്കെ അല്ലേ, പച്ചമണമൊക്കെ ഫുള്ള് മാറണം. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് വരും കേട്ടോ, വെളിച്ചെണ്ണയും കൂടിയില്ല. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ അതും ഒരു 5-6 മിനിറ്റ് എന്തായാലും ടൈം എടുക്കും കേട്ടോ, അത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വേവണതനുസരിച്ച് ആ ഒരു എണ്ണയൊക്കെ മേലോട്ടേക്ക് വരും. ഇപ്പോൾ അത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിക്കണമെങ്കിൽ നമ്മളത് മേലെ പിന്നെ നമ്മൾ വാഴൻ്റെ ഇല വെച്ച് കവർ ചെയ്തെടുത്തുകൊണ്ട് എന്നിട്ട് ഇതേപോലെ വലിയ ഒരു തട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഇത് വീണ്ടും നമ്മൾ ആ ഒരു പാനിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു ഇലയോട് കൂടി തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി തിരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മളിത് കവർ ചെയ്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇല വെക്കുമ്പോൾ ഇല ടേസ്റ്റിന് വേണ്ടി മാത്രമല്ല, നല്ല നാടൻ ടേസ്റ്റ് കിട്ടുകയെന്ന് മാത്രമല്ല, ഇല ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു മീൻ പൊടിയാണ്ട് നമുക്ക് തവ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം പാനിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ തവ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അരിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഒറോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ പൊന്നി അരിയാണ് ഞാനെടുത്തത്. 3 കപ്പ് പൊന്നി അരി നല്ല ചൂടുള്ള വെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണ്. പൊന്നി അരി അല്ലെങ്കിൽ വെള്ളക്കുറുവ, ഈ 2 ഏത് അരിയും എടുക്കാം കേട്ടോ നമുക്ക് അരിപ്പത്തിൽ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക്, മാക്സിമം കട്ടിയിൽ നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു 4-5 ബാച്ചായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒറോട്ടിപ്പൊടി അരിപ്പൊടി എന്ന് പറയുന്നത് അത് ചേർത്തിട്ട് കുഴച്ചിട്ടാണ് ചുട്ടെടുക്കുക. അപ്പം അത് ഞാൻ എൻ്റെ ഫ്രണ്ട് അപ്പത്തേക്ക് എത്തിയിട്ടുണ്ട്, തെസ്നി കേട്ടോ. അവളാണ് മിക്സ് ചെയ്ത് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞു കേട്ടോ. ഞാനിത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് ഓർമ്മയായത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒറോട്ടിയൊക്കെ ഫുള്ള് ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് കണ്ണുച്ചത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കോഴിക്കോടൻ സ്പെഷ്യൽ കണ്ണുച്ചത്തിരിയാണ്. അപ്പോൾ ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. ഒന്നുകിൽ ആട്ടപ്പൊടി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും എടുക്കുക. ഞാനിപ്പോൾ ആട്ടപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണം കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. എന്നിട്ട് ആദ്യം ആ ഒരു ഓയിലും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പൊടിയിലെല്ലായിടത്തും ആ ഒരു എണ്ണ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് കുറച്ച് ചൂടുള്ള വെള്ളമാണ് വേണ്ടി കേട്ടോ. കൈ കൊണ്ട് നമുക്ക് തൊടാൻ പറ്റുന്ന പാകത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക.
അപ്പോൾ അതാ ഒരുപാടങ്ങ് ചൂടുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാൽ പൊടി വെന്തും പോവും. അതേപോലെ തന്നെ നമുക്ക് കുഴയ്ക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചെറിയ ചൂടുള്ള വെള്ളം മതി എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് കണ്ണച്ചത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യണ സമയത്ത്. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഞാൻ വലിയ ഉരുളായിട്ട് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് 4 എണ്ണം ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഞാൻ പണ്ടേ കാണിക്കുന്നതാണ്. ഈ ഒരു മെത്തേഡ് എൻ്റെ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണിക്കുന്ന മെത്തേഡ് തന്നെയാണ്. വലിയ ഉരുള എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. വലിയ പത്തിരിയായിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മതി. ഇനി ഇത് വലുതാക്കി പരത്തിയതിന് ശേഷം അതിലേക്ക് എണ്ണ വരട്ടി കൊടുത്താൽ മതി. അതാകുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് 4 എണ്ണം റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ അതാ ഇതിലും ഞാൻ വെളിച്ചെണ്ണ മൊത്തത്തിൽ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ എന്ന് ഞാനിങ്ങനെ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതാ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 1/2 ടീസ്പൂണൊക്കെ മതിയാവും. അത്രയേ ഉള്ളൂ കേട്ടോ. 1 ടീസ്പൂൺ തന്നെ മതി. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും പരട്ടി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടിൻ്റെ മേലെ തൂവീണ് എന്നിട്ട് 4ആയിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. 2 ഭാഗത്തുനിന്നും ഉള്ളോട്ട് പിന്നെ ഇപ്പുറത്തുള്ള 2 ഭാഗവും തിരിച്ചിതേപോലെ ഉള്ളോട്ടാക്കി കൊടുക്കുക. അപ്പോൾ അതൊരു ബോക്സ് പോലെ ആയിട്ട് കിട്ടും. ഇനി ഇതിനെ നമുക്ക് 4ആയിട്ട് മുറിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ 4 പത്തിരിയായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ആക്കിയെടുക്കുക. ഇത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഏതോ ഒരു ഷോർട്സിൽ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് എടുത്ത് പരത്തിയെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചിരുന്നത് ഉണ്ടാക്കുന്നത് കാണിക്കുമോ എന്ന് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഇതുപോലെ 4ആയിട്ട് മുറിച്ചതിൻ്റെ ശേഷം ഇത് നിങ്ങൾക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെ വെക്കാം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അപ് ടു 2 മന്ത്സ് വരെ വെക്കാം. ഇനിയിപ്പോൾ ആ ഓരോന്നും എടുത്തിട്ട് ചെറുതായിട്ട് ഒരു പൂരിൻ്റെ വലുപ്പത്തിലൊന്ന് പരത്തിയതിൻ്റെ ശേഷം 2 3 തുള്ളി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് മൈദപ്പൊടീൻ്റെ മേലെ കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. എന്നിട്ട് ഇതിൻ്റെ 4 കോർണറും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. യോജിപ്പിച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിനാണ് കണ്ണ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ണ് വെച്ച ഒത്തിരി എന്ന് പറയുന്നത് കണ്ണ് ഇതാണ്. ഈ 4 ഭാഗത്തും കാണുന്നില്ല. ഇതിനാണ് കണ്ണ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാം ഇതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇതാണ് ഇനി നമ്മൾ കണ്ണച്ചത്തിരിയായിട്ട് പരത്തിയിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടി പോണത്. ഇതേപോലെ മൊത്തത്തിൽ ചെയ്തെടുക്കണേ. ഇനിയിപ്പോൾ അതാ എൻ്റെ ഫ്രണ്ട് ജാസി എത്തിയിട്ടുണ്ട്. ഓളാണ് ഇനിയിപ്പോൾ ഇത് പരത്തി പൊരിക്കുന്നത് കേട്ടോ. ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഒരുപാട് നൈസായിട്ട് പരത്തൂല. നമ്മൾ കുറച്ച് ഒരു കട്ടിയിലാണ് വേണ്ടിയിട്ട്. നമ്മളൊരു ഭട്ടൂരൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് വേണ്ടിയത്. സാധാരണ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കലാണ്. ഇതിപ്പോൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ പരിപാടിക്കല്ല ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് തന്നെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എണ്ണയിൽ ഇതേപോലെ പൂരി പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. 2 ഭാഗവും നന്നായിട്ട് ഇതായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ചൂടോട് കൂടി തിന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത് കറിയും ഇതിൻ്റെ കൂടെ മാച്ചാവും. പക്ഷേ വെജ് മാച്ചാവില്ല. ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അതൊക്കെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കസറോളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തത് ബട്ടൂരാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബട്ടൂരക്കുള്ള മൈദപ്പൊടിയാണ് എടുക്കുന്നത്. ഞാൻ 1 കിലോ മൈദ ആണ് എടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ അതാ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടിയ പഞ്ചസാരയാണ്. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. ബട്ടൂരാകുമ്പോൾ കുറച്ചൊരു മധുരം വേണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ആ ഒരു മിക്സ് ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 3/4 കപ്പോളം തൈര്. പുളി കുറവുള്ള തൈര് മാത്രമേ ബട്ടൂരൊക്കെ ഉപയോഗിക്കാവൂ കേട്ടോ. പുളി മാക്സിമം കുറവുള്ളത് നോക്കിയെടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഒരു 50 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മുട്ടയും ചേർക്കാം കേട്ടോ. 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാൻ എടുത്തപ്പോൾ മുട്ട ഇല്ല. ഇങ്ങനെ ചേർക്കാം. മുട്ട ചേർത്തിട്ടും മുട്ട ചേർക്കാണ്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞിരുന്നു മുട്ട ചേർത്തിട്ടുള്ള ബട്ടൂര ഫസ്റ്റാണ് കാണുന്നതെന്നുള്ള. അപ്പോൾ കണ്ടല്ലോ, സന്തോഷം. അപ്പോൾ മുട്ട ചേർത്തിട്ടും മുട്ട ചേർക്കാണ്ടും എല്ലാം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് പാലാണ് ചേർക്കേണ്ടത്. ആദ്യം ആ ഒരു തൈരും ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ പാലും കൂടി ഒഴിക്കാൻ നിന്നാൽ ചിലപ്പം കറക്റ്റ് അളവ് അറിയാത്തവരാണെങ്കിൽ ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ ഒരു തൈര് ചേർത്ത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ബാക്കി പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആ പാൽ എത്രത്തോളം വേണം എന്നുള്ളത് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ലൂസായി പോകാൻ പാടില്ല, പൊരിക്കാനുള്ളതല്ല. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിന് ഡബിൾ ആവാൻ വേണ്ടി 1 മണിക്കൂർ മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷമാണ് ഇട്ടത്. അപ്പോൾ അതാ നന്നായിട്ട് എയറൊക്കെ കയറി നല്ല ഡബിൾ സൈസായിന്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വലുതാക്കി പരത്തിയിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. വലിയൊരു ഉരുള എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വലുതാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ബട്ടൂരാണ് കുറച്ചൊരു കട്ടിയിലാണ് വേണ്ടിയത്. ഭയങ്കരമായിട്ട് നൈസാക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പരത്തിയതിന് ശേഷം 4ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇത് ഫ്രൈ ചെയ്യുന്നുണ്ട്. ചൂടായ എണ്ണയിൽ ഞാൻ വലിയ ചട്ടിയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 എണ്ണമൊക്കെ സിമ്പിളായിട്ട് ഒറ്റയടിക്ക് തന്നെ പോവും. വലുതാണ് എന്നാലും 4 എണ്ണം പോവും. നല്ല വലിയ സൈസിൽ തന്നെയാണ് ഞാൻ പരത്തിയത്.
അപ്പോൾ അതാ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് ആവുന്നതുമാണ് കേട്ടോ ഭട്ടൂര. നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ നമുക്ക് പരിപാടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. വേഗം ആവുകയും ചെയ്യും. അപ്പോൾ അത് കംപ്ലീറ്റ് എല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് വിളമ്പുന്നതിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ തവ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷില്ല, അതിലേക്ക് നമ്മൾ വേവിച്ച് വറ്റിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവി ഇല്ല, അത് ഇതിൻ്റെ മേലെ നന്നായിട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. ആ മസാല നന്നായിട്ട് ഈ മീനിനെ ഒന്ന് മൂടി കൊടുക്കുക. രണ്ട് ഭാഗത്തും ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ. തിരിച്ചു വിട്ടിട്ടും ഇതേപോലെ ആദ്യം മസാല തേച്ച് കൊടുക്കുക, എന്നിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ അതാ ഭട്ടൂരാണ് വിളമ്പി കൊടുക്കുന്നത്. ലേറ്റായി എല്ലാവരും എത്താൻ കേട്ടോ. നമ്മളുണ്ടാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്. എന്നാലും ഒന്നും കൂടെ എല്ലാം ചൂടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കപ്പയും പൂളയും കപ്പയും ചക്കയും ബീഫും. ഇവിടെ കപ്പ എന്നാണ് പറയുക, പക്ഷേ എൻ്റെ അവിടെ കോഴിക്കോട് പൂള എന്നാണ് നമ്മൾ പറയുക കേട്ടോ. പിന്നെ അതാ നമ്മളെ കോഴിമുളക് ഇട്ടത്. ഇതിപ്പോൾ കണ്ടില്ല, നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ടാണ് വേവിച്ചെടുത്ത്. എന്നാലും ആ ഒരു ചിക്കനിൽ നിന്ന് വരുന്ന ആ ഒരു ഗ്രേവി ഉണ്ടാവും, അത് മതി. ഇനിയിപ്പോൾ നമ്മളെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ ബീഫ് കുറുമാണ്. ഇനി എല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എല്ലാം കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഷെഫീന. ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറ് പിന്നെ തസ്നി പെട്ടെന്ന് റെഡിയാക്കിയതാണ്. അത് പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ അതാ നമ്മൾ ഡെസേർട്ടായിട്ട് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്, അത് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ആ ഒരു ഡെസേർട്ടും കൂടി ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ ആച്ചി പറഞ്ഞു നമുക്കൊരു കേക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ അതാ അരിപ്പത്തിരിയാണ് ഇത് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്, ഒറോട്ടി. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന പണിയേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോഴുള്ളൂ നാട്ടിൽ വന്നിട്ട് ഇത് ഫസ്റ്റാണ് കേട്ടോ ഒരു പാർട്ടി വ്ളോഗ്. ഇപ്രാവശ്യം പിന്നെ അധികം ആരുമില്ല, ഞാനും അച്ചിയേ ഉള്ളൂ. ആ ബാസി ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. പിന്നെ അസ്ലങ്കപ്പോൾ ഒരു 10 ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ അതാ അരിപ്പത്തിരി, കണ്ണച്ചത്തിരി, അതുപോലെ തന്നെ എല്ലും കപ്പയും, പിന്നെ നമ്മളെ ഫിഷ് തവ ഫ്രൈ, പിന്നെ ബീഫ് കുറുമ, പിന്നെ കോഴിമുളകിട്ടത്, പിന്നെ ഭട്ടൂര, പിന്നെ നെയ്ച്ചോറ്. നമ്മളൊരു പാത്രത്തിലേക്ക് വിളമ്പാൻ മാത്രമുള്ള കുറഞ്ഞ നെയ്ച്ചോറാണ് വെച്ചത് കേട്ടോ. ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു റൈസ് ഐറ്റം ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അതെല്ലാവരും എടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ബ്ലാക്ക് ഷർട്ട് ഇട്ടതാണ് ആച്ചി കേട്ടോ. എൻ്റെ വീഡിയോയിൽ ചോദിക്കലുണ്ട് ആച്ചി തീരെ ഇല്ലല്ലോ എന്നുള്ള. ആച്ചിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് അവൻ വരാത്തത്. ബാസിക്ക് പിന്നെ അത്ര പ്രശ്നമില്ല. ഇത് മിത്തു വൈറ്റ് ഉള്ളത്, മിത്തുവിൻ്റെ ആങ്ങളുടെ മോന്. അപ്പോൾ അതെല്ലാവരും ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും റെസിപ്പി ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, പിന്നെയും കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് വെറുതെ കണ്ടു പോകരുതേ പ്ലീസ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. കുറച്ച് കഷ്ടപ്പെട്ടെടുക്കുന്നതല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം.